കുവൈറ്റിലുള്ള ക്രിസ്തീയ കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടുത്തുവാനായി ഹാർവസ്റ്റ് TV ഒരുക്കിയിരിക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് കുവൈറ്റിലെ സംഗീത വേദികളിൽ നിറസാന്നിധ്യമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാന്നിധ്യമായ പ്രിയപ്പെട്ട ശ്രേയ വർഗീസാണ്. പ്രിയപ്പെട്ട ശ്രേയയെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ശ്രേയയെ ഞാൻ കാണാൻ തുടങ്ങിയത് ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പേ. ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൊയറിനെ ഒരു പാട്ട് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കൂട്ടത്തിലൊരു കൊച്ചായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന, വളർന്നു വരുമ്പോൾ ശ്രേയ ഒരു നല്ല പാട്ടുകാരിയാകുമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്ന, ഇന്ന് എൻ്റെ മനസ്സിലെ സങ്കല്പം പോലെ തന്നെ ശ്രേയ ഒരു നല്ല പാട്ടുകാരിയായി തീർന്നു. ശ്രേയയുടെ അത് കഴിഞ്ഞിട്ട് ഒത്തിരിയും പ്രോഗ്രാം ഞാൻ കാണാനിടയായി. ശ്രേയ ജനിച്ചതും വളർന്നതും കുവൈറ്റിലാണോ? അതെ, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇവിടെ തന്നെ. ഓ, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് കുവൈറ്റ്. അനാ കുവൈറ്റ് ഇല്ലേ എന്ന് ധൈര്യമായിട്ട് പറയാം. പഠനം ഏത് സ്കൂളായിരുന്നു? യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഇവിടെ ജലീബില്. നമ്മുടെ തുടങ്ങിയ കാലം തൊട്ടോ? തുടങ്ങിയ കാലം തൊട്ട്, LKG തൊട്ട് 12th വരെ, ഹൈസ്കൂൾ വരെയും അവിടെ തന്നെയായിരുന്നു. അതൊരു നല്ല കാര്യമാണല്ലോ. പകുതി പേരും ഇതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ആണെങ്കിലും നാട്ടിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ ആകട്ടെ, അത് നല്ല കാര്യമാണ്. ശ്രേയ സംഗീതം പഠിച്ചായിരുന്നോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അല്ലാതെ പാട്ട് കേട്ട് ഒബ്സർവ് ചെയ്ത് പല പല ജോൺറെ സോങ്സ് കേട്ട് അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്ത് പഠിക്കും. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കൃപ. വലിയ കാര്യം, അത്രയേ ഉള്ളൂ. എന്തായാലും ഫൈനലി നമ്മൾ പറഞ്ഞു നിർത്തുന്നത് അങ്ങനെയാണ്, ദൈവത്തിൻ്റെ കൃപ. അതില്ലെങ്കിൽ നമുക്കൊന്നും ആകത്തില്ല. കാരണം നമ്മളെക്കാളൊക്കെ കഴിവും മിടുക്കുമൊക്കെ എത്രയോ പേരുണ്ട് അറിയപ്പെടാതൊക്കെ പോകുന്നു, അവസരങ്ങൾ കിട്ടാതെ നന്നായിട്ട് പാടുന്നു. ഒരുപക്ഷേ ഈ ഹാർവസ്റ്റ് TVയുടെ ഈ പ്രോഗ്രാം അങ്ങനെ കുറേ പേരെ നമുക്ക് കണ്ടെത്താൻ കഴിയണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിവുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചവരുണ്ട്, സാറേ അങ്ങനെ വേറൊരാൾ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ആൾ നന്നായിട്ട് പാടുന്ന ആളാണ്, പക്ഷേ എങ്ങും വേദികളിലൊന്നും പോകാറില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് തീർച്ചയായിട്ടും ഈ വേദിയിൽ കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ ശ്രേയ കിട്ടിയത് വളരെ സന്തോഷമാണ്. 12th വരെയുള്ള പഠനം ഈ കുവൈറ്റിൽ അല്ലേ? അപ്പോൾ അതിനിടയ്ക്ക് ഈ സംഗീതം എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയത്? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എല്ലാ ദിവസവും? എൻ്റെ ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ടുണ്ട് ഇതിൽ. ഒബ്വിയസ്ലി സ്പിരിച്വലി ഞാൻ ദൈവമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം ദൈവം അതിനായിട്ട് എനിക്ക് അവസരങ്ങൾ പലതായി ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും അതല്ലാതെ എൻ്റെ റൂട്ട്സ് ഫുൾ ചർച്ചിൽ വെച്ചിട്ടാണ്. അപ്പം അവിടുന്ന് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അങ്ങനെ പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്, ഡാഡി ആണെങ്കിലും മമ്മി ആണെങ്കിലും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ് അവർ. ഏതാണ്? ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ്. ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ്. എനിക്ക് തോന്നുന്നു അവിടെ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്, കണ്ടത്. അവരുടെ സംഗീതപരമായ എല്ലാ മേഖലകളിലും ശ്രേയയുടെ ഒരു വലിയ, ശ്രേയ വളർത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും അവർക്കൊരു പങ്കുണ്ടെന്ന് ശ്രേയ പറയാം. ഒരുമിച്ച് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ്. പലയിടത്തും ഈ പാടാൻ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരാനും സപ്പോർട്ട് ചെയ്യാനും അവർ മാക്സിമം പഠിത്തം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ അങ്ങനെ അങ്ങ് ആ ഒരു ലെവലിലേക്ക്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ടാലൻറ്റ് കണ്ടെത്തിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കും. അതിനെ ഒരു പ്രത്യേകത. എല്ലാ വീട്ടിലെയും കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. ചില എല്ലാ വീട്ടിലും ഓർഗൻ വെച്ചിട്ടുണ്ട്. കാരണം മറ്റൊരു വീട്ടിൽ ഓർഗനുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിലൊരു സ്റ്റാറ്റസ് കോയുടെ ഭാഗമായിട്ട്. എന്നാൽ ആ കൊച്ചിന് പാട്ട് പാടാനായിരിക്കും കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പേരൻസ് വളരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുഞ്ഞിൻ്റെ ടാലൻ്റ് കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പേരൻസ് നന്നായിട്ട് പാടുന്നു, നല്ല സപ്പോർട്ടും ഉണ്ടെന്ന് എനിക്ക്. പിന്നെ അത് കൂടാതെ എന്തുവാ കോഡ് ഓഫ് 3 അങ്ങനെ കണ്ടൊരു ചെറിയ സംരംഭം ഉണ്ടായിരുന്നു. കോഡ് ഓഫ് 3 ബാക്കി 2 കോഡ്സ് എവിടെയാണ്? ഞാൻ ആക്ച്വലി ചേച്ചി, ഞാൻ പിന്നെ ഒരു അനിയത്തിയുണ്ട്. 3 പേരാണ് അല്ലേ? ഞങ്ങൾ 3 പേരും ഒരുമിച്ച് സ്റ്റാർട്ട്. അങ്ങനെയാണ് കോഡ് ഓഫ് 3 എന്നും പറഞ്ഞൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി. കുറച്ച് പോസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനും കണ്ടിരുന്നു. ഇപ്പോഴും ലൈവാണോ? ആക്റ്റീവ് അല്ല, കാരണം ഞങ്ങൾ 3 പേരും വർക്കിംഗ് ആണ്. 3 പേരും പല രീതിയിൽ ബിസി ആവുന്നത് കൊണ്ട് വർക്ക് റിലേറ്റഡ്. ചേച്ചി UK സെറ്റിൽഡ് ആണ്. അതെ. അനിയത്തി ആണെങ്കിലും പുള്ളിക്കാരി ചെയ്യുന്ന പ്രൊഫഷൻ ഏവിയേഷനിലാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള അവളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതും എനിക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഞാൻ പേരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിദ്യ സാധാരണ കുഞ്ഞുങ്ങൾ നമുക്കറിയാം 10th 12th ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എൻജിനീയറിങ്, മെഡിക്കൽ
അതല്ലാതെ ഒരു ഫീൽഡ് അവർ തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസാണ് വിദ്യ തിരഞ്ഞെടുത്ത് ഏവിയേഷൻ ഫീൽഡ്. ഇന്ന് കുവൈറ്റ് എയർവേസിൻ്റെ ക്യാബിൻ ക്രൂവാണ്. എനിക്ക് വിദ്യ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സാധാരണ നമ്മളൊക്കെ അപ്രാപ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മേഖല. എനിക്ക് വലിയ ആഗ്രഹമാണ് വിദ്യ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തണം, അല്ലേ? അവരവരുടെ പാഷൻ വളർത്തിയെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഈ ഞെക്കിപ്പഴിപ്പിക്കും, മാങ്ങയൊക്കെ ഞെക്കിപ്പഴിപ്പിക്കും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആ കുഞ്ഞിൻ്റെ ടാലൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് അതിനെ കാര്യമായിട്ട് എടുക്കണം. കുഞ്ഞിൻ്റെ ആഗ്രഹം കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ. അങ്ങനെ നിങ്ങളുടെ കോഡ് ഓഫ് 3 തീർച്ചയായിട്ടും അത് പ്രദേശത്തിൻ്റെ ഒരു അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് കളയണ്ട. ശ്രേയ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടല്ലേ? ജോലി ചെയ്യുന്നുണ്ട്, അതും വലിയൊരു കാര്യം. പിന്നെ അത് കൂടാതെ കുഞ്ഞുങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അത്യാവശ്യം വരുന്നവരെ അങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ അതൊരു വലിയ കാര്യം. ശ്രേയ പാട്ട് പഠിച്ചിട്ടില്ലെന്ന്, അവനെ അങ്ങനെ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല. എന്നാലും ശ്രേയയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ശരിക്കും ഒരു നന്നായിട്ട് പഠിച്ച് ഇരുത്തം വന്ന ഒരു ആലാപന ശൈലിയുണ്ട്. ശ്രേയയ്ക്ക് മാത്രം പറ്റുന്ന ചില ശൈലിയുണ്ട്, ചില പാട്ടുകളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രേയയുടെ ഒരു പാട്ട് ആദ്യം അങ്ങോട്ട് കേട്ടാലോ? പാടിയേക്കാം. ഏത് പാട്ടായിരിക്കും? ഞാൻ കാണും പ്രാണനാഥനെ. ഞാൻ കാണും പ്രാണനാഥൻ. മറ്റുള്ളവർ കാണുന്ന പോലെ അല്ലേ? പേഴ്സണലാണ്, പ്ലൂറൽ, സിംഗുലർ. ഞങ്ങൾ കാണും പ്രാണനാഥനെ എന്നല്ല. അപ്പം ഞാൻ കാണുന്ന പ്രാണനാഥന് എന്തോ പ്രത്യേകത ഉണ്ടാവണം, അല്ലേ? അപ്പം ഇന്ന് പാട്ട് കേൾക്കുന്നവർക്കും അങ്ങനെ തന്നെ തോന്നണം. ധൈര്യമായിട്ട് ശ്രേയയുടെ ആദ്യത്തെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്വർഗതീരെ എത്തിടുവാൻ പരദേശിയാണി ഹേ ഭൂവതിൽ
തീരെ എത്തിടുവാൻ പരദേശിയാണി ഭൂവര്യനാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, കാണും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപൊരിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല. ശ്രേയ, യെസ് സർ. പാട്ട് കേട്ടു, തുറന്നു പറയുന്നതുകൊണ്ട് ദേഷ്യമൊന്നും തോന്നത്തില്ലല്ലോ. വളരെ നന്നായിരുന്നു. എനിക്ക് ശ്രേയയുടെ പാട്ടിനകത്ത് ഞാൻ എപ്പോഴും അറിയാം, ഈ ശ്രേയ ഒരു പക്ഷേ തിരഞ്ഞെടുക്കുന്ന പാട്ടുകളും അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങ് ആ പാട്ടങ്ങ് ആത്മാവിൽ ഉൾക്കൊണ്ടിട്ട് എങ്ങനെയൊക്കെ പാടാമോ അത്ര ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കാലത്ത് ശ്രേയ പാടിയ 1-2 പാട്ടുകളുണ്ട്. ദുഃഖത്തിൻ്റെ മാനപാത്രം, ക്രൂശിന്മേൽ എന്നുള്ള പാട്ടുകളിലൊക്കെ. പിന്നെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഈ നാട്ടിലെ ഈ ഫ്യൂണറൽ പ്രൊസഷനിലെ അവർ റെക്കോർഡഡായിട്ട് വെക്കുന്ന ഈ ശ്രേയ പാടിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ മാനപാത്രം. അത് പക്ഷേ ആർക്കും അറിയത്തില്ലായിരിക്കും. അത്ര ഫീലാണ്, അതായത് കണ്ണ് നിറയ്ക്കുന്നത്. അതാണ് ഒരു പാട്ടിൻ്റെ ഫീലെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് പോകാൻ ആർക്കും കഴിയും. പക്ഷേ ഒരു പാട്ട് ഉള്ളിൽ ഉൾക്കൊണ്ട് ആൾ പാടുമ്പോൾ തന്നെയാണ് മറ്റ് കേൾക്കുന്നവർക്കും അത് ഉള്ളിൽ. അങ്ങനെ വളരെ ഭംഗിയായിരുന്നു ശ്രേയ. നമുക്ക് ബാക്കി ശ്രേയയുടെ നാട് എവിടെയാണ്? നാട്ടിൽ ആക്ച്വലി ചെങ്ങന്നൂരാണ് ഡാഡിയുടെ സൈഡ്. സെറ്റിൽഡാണ്, മുളക്കുഴ അവിടെയാണ് സെറ്റിൽഡാണ് അല്ലേ? അപ്പം അമ്മ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഡാഡി റിട്ടയർ ചെയ്തു. ഓ ശരി ശരി. മമ്മി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് നാട്ടിൽ അപ്പം ഈ സംഗീതം കിട്ടാൻ നമ്മുടെ ചിലർക്കൊന്നുണ്ട്, ഈ ഗ്രാൻഡ് പേരൻസ് ഒരു വലിയ ഭാഗമാണ്. ചിലർ പറയുന്നില്ലേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണരുമ്പോൾ കേൾക്കുന്നത് ഈ ഗ്രാൻഡ് പേരൻസ് പാടിയ പാട്ട് കേട്ടാണ് അല്ലേ? അവരാരും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാടുന്നത് കേട്ടിട്ടാണ് നമ്മൾ വളർന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ട് അല്ലേ? ഗ്രാൻഡ് പേരൻസും. ഞങ്ങൾ വെക്കേഷന് പോകുമ്പോൾ എൻ്റെ മമ്മിയുടെ മദറൊക്കെ ഞങ്ങളെല്ലാവരും രാവിലെ എണീറ്റ് ഒരു നമ്മുടെ ഫാമിലി പ്രയറിൻ്റെ ആ സമയമാകുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടാ ഈ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ അതിരാവിലെ തിരുസന്നിധി. അതൊക്കെ പാടുമ്പോൾ ഒരു ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞുകൊണ്ട് ശ്രേയ, നമുക്കെൻ്റെ ഈ നമ്മുടെ മാതാപിതാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെയുള്ള വിശ്വാസമാണ് നമ്മളിന്ന് ഈ ഞെളിഞ്ഞിരുന്ന് അനുഭവിക്കുന്ന നന്മകളുടെ ഒരു വലിയ സ്രോതസ്. ഞാനതുകൊണ്ട് എല്ലാവരോടും പറയും, മാതാപിതാക്കളെ മറന്നൊരു ജീവിതം നമുക്കുണ്ടാവില്ല അല്ലേ? ഒരു വരുമാനവും ഇല്ലാതെ എല്ലാ വീട്ടിലും 4-5 കുഞ്ഞുങ്ങളൊക്കെ വളർത്തിക്കണം. അവർക്കൊരു വലിയ വിശ്വാസമുണ്ട് ശ്രേയ. എന്തെന്നറിയാമോ, ഈ എന്തെല്ലാം ചെയ്തിട്ടാണേലും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അവർക്ക് ഒത്തിരി കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അവർ രാത്രിയിൽ നമ്മുടെ കട്ടിലിന് മുമ്പ് വന്നിട്ടൊരു പാട്ട് പാടും. ഏതെന്നറിയാമോ? പാടിക്കൂ. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരും. സത്യമല്ലേ? ഇത് നമുക്കില്ലാതെ പോയതാ അല്ലേ? അവർക്ക് നാളെ പറ്റി ഒരു പ്രയാസമില്ല, പക്ഷെ നമുക്ക് നേരെ തിരിച്ചാൽ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നാളെ പറ്റിയുള്ള പ്രയാസം. അങ്ങനെ എഴുതിയ പാട്ടുകളാണ് ഇന്നും ജീവിക്കുന്നത് അല്ലേ? ശ്രേയയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാനുണ്ടോ, ഒരു പ്രൊജക്റ്റുണ്ടോ? എനിക്ക് ഇന്നതൊക്കെ ഒന്ന് ചെയ്യാം, സംഗീതപരമായിട്ട് ഇന്നതൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹം.
സോഫാർ എൻ്റെ ഒരു ഇതുവരെയും എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ദൈവം എനിക്കെല്ലാം ഞാൻ ചോദിക്കാതെ തന്നെ ദൈവം എനിക്ക് അധികമായി തന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പോവുക, പക്ഷെ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടെ അങ്ങോട്ട് നീങ്ങുക. അത് തന്നെ കൂടെ സംഗീതം തന്നെ കാണും. എന്നാലും അങ്ങനെ വലിയ ആഗ്രഹങ്ങളായിട്ടൊന്നുമില്ല. ഇതുപോലെ തന്നെ റെക്കോർഡിങ്, പാട്ടുകൾ എല്ലാം. അല്ല, എപ്പോഴും ദൈവമേ നീ എന്നെ എടുത്തൊന്ന് ഉപയോഗിക്കണമേ എന്നൊരാഗ്രഹം, നിന്റെ നാമമഹത്വത്തിനായിട്ട് ദൈവത്തിന് വേണ്ടി മാത്രം എന്നെ ഉപയോഗിക്കണമേ എന്നൊരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടല്ലേ. ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. ശ്രേയ ഇവിടുത്തെ ഉള്ള ക്രിസ്തീയ ഗാനമേള അല്ലെങ്കിൽ ക്രിസ്തീയ സംഗീത വിരുന്നുകളിലൊക്കെ ഒരു നിറസാന്നിധ്യം ഇപ്പോൾ ഒത്തിരിയുണ്ട്. അതിനകത്ത് സഭയെന്നോ അങ്ങനെ ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. എവിടെ അതിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ ശ്രേയ ഭംഗിയായിട്ട് വിനിയോഗിക്കുന്നു. അത് ഒരു വലിയ കാര്യം. ശ്രേയ ഈ താലന്തുകൾ ഉപയോഗിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടം. സത്യമല്ലയോ? അതെ, താലന്തുകളുടെ കഥയ്ക്കകത്ത് പറയുന്നുണ്ട്, 2 ലഭിച്ചവൻ അതുകൊണ്ട് 2 കൂടെ നേടി. എന്നാൽ മൂടി വെച്ചവനെ ദൈവം മൂഢ എന്നാണ് വിളിച്ചത്. അപ്പോൾ എൻ്റെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, തമ്പുരാൻ്റെ സന്നിധി ചെല്ലുമ്പം മൂഢ എന്നുള്ള വിളി കേൾക്കാനിടയാവല്ലേ ദൈവമേ, നല്ലത് നല്ലവനും വിശ്വസ്തനെന്നൊക്കെ. ശ്രേയ, ഏത് പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്? കണ്ണിൻ മണി പോൽ എന്നെ കരുതും എന്ന് പറഞ്ഞ പാട്ട്. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? പിന്നെ ഏകദൈവം. അങ്ങനെ വിശ്വാസം അല്ലേ? കണ്ണിൻ മണി പോലെ നമ്മെ കരുതുന്ന ഒരു ദൈവം. ഒരുപക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഉച്ച സമയത്ത് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇന്നലെ രാത്രിയിൽ അല്ലെ ഇന്നൊരു പകൽക്കാലം ദൈവം കണ്ണിൻ മണി പോലെ നമ്മളെ കാക്കുന്ന. ഈ നമ്മുടെ തീരുമാനങ്ങളൊക്കെയാണ് തെറ്റിപ്പോകുന്നല്ലേ? പക്ഷെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് ഒരു തെറ്റുമില്ല. ഞാൻ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കാം. തീർച്ചയായിട്ടും നമുക്ക് ശ്രേയയുടെ ആ പാട്ട് കേട്ടിട്ട് വരാം.
ശ്രേയ വളരെ നന്നായിരുന്നു. എനിക്കൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മനസ്സിൽ ഉൾക്കൊണ്ട് പാട്ട് പാടുമ്പോൾ അതിനുള്ളൊരു ഭംഗി തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കണ്ണിൽ കൃഷ്ണമണി പോലെ കരയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ധൈര്യമായിട്ട് അവരും പറയും, ഇങ്ങനൊരു ദൈവം ജീവിക്കുന്നു. ശ്രേയ ജോലി ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു ശ്രേയയുടെ 12th കഴിഞ്ഞിട്ടുള്ള പഠനം? ഞാൻ പ്രൊഫഷണലി ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ചെയ്താണ് നാട്ടിൽ വെച്ചിട്ട്, അങ്കമാലിയിൽ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കോളേജിൽ വെച്ചിട്ട്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടൻ്റ് ആയിട്ടാണ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. സന്തോഷം. സാധാരണ ഞങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ അത് ചോദിക്കേണ്ടി വന്നില്ല. പഠിച്ചത് ഇലക്ട്രോണിക്സ്, ജോലി ചെയ്യുന്നത് അക്കൗണ്ടൻ്റ്. എവിടെയാക്കിയാലും വിശ്വസ്തയോടെ ജോലി ചെയ്യാൻ കഴിയട്ടെ. ഈ ജോലിയുടെ തിരക്കിനിടയിൽ ഈ സംഗീതം കൊണ്ട് നടക്കുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെയൊന്നുമില്ല. ശരിയാണ്, മുമ്പത്തേക്കാളും സമയം അങ്ങനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്കൂൾ സമയങ്ങളനുസരിച്ച്. പക്ഷെ പരിപാടികളും അതുപോലെയാണ്. ഇപ്പം അധികം അങ്ങനെയൊന്നും ഇല്ല. കോവിഡിന് ശേഷം ഇപ്പോൾ ഒത്തിരി പരിപാടികളും ഒത്തിരി കുറവാണ്. പിന്നെ ഉള്ള പോലെയൊക്കെ നമ്മളെല്ലാവരും കൂടുന്നു. നല്ലൊരു ടീമുണ്ട് ഇവിടെ. നമ്മുടെ കോയിലിൽ നല്ല അറിയപ്പെട്ട കുറച്ച് സിംഗേഴ്സും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാവരും വഴിയും പല പല പരിപാടികൾ അങ്ങനെയൊക്കെ നമ്മൾ കൂടി അങ്ങനെയൊക്കെ ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു ഗ്യാതറിങ്, അത് തന്നെ മോർ ദാൻ എനഫ്. എന്തായാലും പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് താരം അല്ലേ? ഇവിടെ ശ്രേയ ഈ തിരക്കിനിടയിൽ അല്പനേരം ഈ ഹാർവസ്റ്റ് ടിവിയുടെ പ്രവാസി സംഗീതം എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി ചിലവഴിച്ചതിലുള്ള നന്ദി അറിയിക്കട്ടെ. തന്നെയല്ല ശ്രേയ, ഞങ്ങളുടെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹം തന്നെ ശ്രേയ, നമ്മളൊക്കെ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന മലമേലിരിക്കുന്ന പട്ടണം പോലെ അല്ലേ, തണ്ടിന്മേൽ കൊളുത്തി വെച്ചൊരു ദൈവം പോലെ ആയിരിക്കട്ടെ. തമ്പുരാൻ നന്നായി നല്ല താലന്ത് ദൈവനാമത്തിനായിട്ട് അവസാനം വരെ ഉപയോഗിക്കാൻ ഇടയാകട്ടെ. നന്നായിട്ട് പാടി ഒത്തിരി പേരെ ഈ ഒരു ശുശ്രൂഷയിലേക്ക്, ജീവിതത്തിൽ സങ്കടത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ചില നല്ല പാട്ടുകളുമൊക്കെ ആയിട്ട് ശ്രേയ ഭക്തരുടെ മനസ്സിൽ, ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തല്ലേ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലൊരു വലിയ സന്തോഷമാകട്ടെ, അനുഭവമാകട്ടെ. ശ്രേയ മാത്രമല്ല, ശ്രേയയുടെ വീട്ടിലുള്ള എല്ലാവരെയും സഹോദരങ്ങളും കുടുംബമായിട്ട് അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. ഭാവി കാര്യങ്ങളും എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു താങ്ക് ഗോഡ് ഓൾമൈറ്റി ഇത്രയും നല്ലൊരു പ്രിവിലേജ് തന്നതിന്, ഇങ്ങനെ ഒരുമിച്ചിരുന്ന നല്ലൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ സാറിൻ്റെ കൂടെ, വിനോദ് സാറിൻ്റെ കൂടെ അത് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ ഹാർവസ്റ്റ് ടി വി ആൻഡ് ടീം, അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രവാസി സംഗീതത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേയയുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്കിടയായി. ഇതുപോലെ തന്നെ ശ്രേയയെ പോലെ ഈ ഹോട്ട് സീറ്റിലിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു വേദി ഒരുക്കാൻ ഹാർവസ്റ്റ് ടി വി തയ്യാറാണ്. ഇനി വേറൊരു കലാകാരൻ്റെയോ കലാകാരിയുടെ സംഗീതത്തിൻ്റെ ഇഷ്ടങ്ങളെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.